ഗുഡ് മോർണിംഗ്. എന്നാണ്ട് മക്കളെ വിശേഷം? എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയില്ലേ? നന്നായിട്ട് റിവിഷനൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കാണാനുള്ളത് എന്ത് കാണാനാണ് അവർ ചോദിച്ചേക്കുന്നത്? പി ഓഫ് 1 കാണാം. നമുക്കറിയാം ഇപ്പം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ എല്ലാ സ്ഥാനത്ത് തന്നെ ഇട്ട് കൊടുക്കണം 1. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 4 ബ്രാക്കറ്റ് കൊടുക്കാം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി കേട്ടോ. ഇസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ എത്രയാ? 1. 4 ഇൻറ്റു 1 എത്രയാ? 4 അല്ലേ? ഇവിടെ നോക്കിയാൽ ഇത് മൈനസ് സൈൻ ബ്രാക്കറ്റ് ഇടുന്നില്ല, നമുക്ക് കൺഫ്യൂസ് ആകണ്ട. ഓക്കെ, -4 പ്ലസ് 1 രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പോൾ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ തന്നെ വരുന്നത് മൈനസ്. അപ്പം -4 പ്ലസ് 4 ആണോ? അങ്ങനെ ഒന്ന് നോക്കിയേ, ഇത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പ്ലസ് എല്ലാം അത് ആഡ് ചെയ്യാവേ. +1 + 4 എത്ര വരും? 5 -4 പ്ലസും മൈനസും വന്നു, കുറച്ചു 5 4 പോയി 1. വലുതിന്റെ സൈൻ 5 ആണ്, വലുത് 1. അത് കിട്ടി. അപ്പൊ പി ഓഫ് 1 എത്ര കിട്ടി? 1. അപ്പൊ എടുത്തെഴുതുക പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. ഇനി അതിന്റെ ബി പാർട്ട് നോക്കാം. അവർ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1. ഇതിന്റെ റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1. ഒരെണ്ണം എഴുതിയാൽ മതി. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ന്റെ ഒരു ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അതിലേക്ക് ഒന്നും പോണ്ട, ഒറ്റ ഒരെണ്ണവേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പി ഓഫ് എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? 1 കാണാനല്ലേ പറഞ്ഞേ. അപ്പം നമുക്ക് ഫാക്ടർ എക്സ് മൈനസ് 1 എഴുതാം. ഇതായിരിക്കും ഒരു ഫാക്ടർ. ഒരെണ്ണം. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ഇത് ഒരെണ്ണമായിരിക്കും. ഒരെണ്ണവേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പോകണ്ട. ഏതാണ് ചോദിച്ചിരിക്കുന്നത്? പി ഓഫ് 1 അല്ലേ ചോദിച്ചേക്കുന്നത്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആണ്. അപ്പൊ അത് എക്സ് മൈനസ് 1 അങ്ങ് എഴുതി വെക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയത്. കൂടുതൽ നമ്മൾ കാൽക്കുലേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലായില്ലേ? ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ചെയ്യിക്കാവേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പാർട്ട് ചെയ്യാം. ഇതിന്റെ തേർഡ് പാർട്ട് എന്നാണ്? റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇവിടെ 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കണക്ക് ചെയ്യും. എങ്ങനെ? ഇപ്പൊ പി ഓഫ് എക്സ് എത്രയാണ്? അത് എഴുതാൻ പോവാണ്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 മൈനസ് പി ഓഫ് 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തായിരുന്നു. എത്രയാ? 1 എന്ന് കേട്ടോ. 1. ഓക്കെ, വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. എക്സ് ടേം വേറെ ഇല്ലാത്തത് അതുപോലെ എഴുതി. ഇവിടെ +4 -1 പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. 4 1 പോകെ 3, വലുത് 4 ആയതുകൊണ്ട് അതിന്റെ സൈൻ. അപ്പൊ പി ഓഫ് മൈനസ് പി ഓഫ് 1 എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ഇവിടെ 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പത്തെ പോലെ a പ്ലസ് ബി എ ബി, വേറെ കാൽക്കുലേഷൻ ഉള്ള a പ്ലസ് ബി എ ബി. എ പ്ലസ് ബി എത്ര വരണം? -4. എ ബി എത്ര വരണം? 3. ഓക്കെ, ഇനി നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 3 വരണം. അപ്പൊ ഏതൊക്കെ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 വരും? 1 × 3 മാത്രമേ ഉള്ളൂ 3. അപ്പം 1 × 3 കിട്ടിയല്ലോ. പക്ഷെ ഇത് 4 വരണം. ഞാൻ മുമ്പേ മറ്റു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ പോസിറ്റീവും, അതായത് എ ബി പോസിറ്റീവും എ പ്ലസ് ബി നെഗറ്റീവ് ആണെങ്കിൽ എന്തെടുത്താൽ മതി? രണ്ടും മൈനസ്. അപ്പൊ നമ്മുടെ ഇത് നോക്കിയേ, -1 × -3 എത്ര വരും? 3 × 1 3, മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വരും. ആഡ് ചെയ്ത് നോക്കാം, -1 -3 കണ്ടോ? രണ്ടും മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കിട്ടിയില്ലേ നമുക്ക്? അതല്ലേ എളുപ്പവഴി. കൂടുതൽ ആലോചിക്കണോ? ഈ ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. ഏതാണ്? എ ബി പോസിറ്റീവും എ പ്ലസ് ബി നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ സംഖ്യകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും എന്തായിട്ട് എടുത്താൽ മതി? നെഗറ്റീവായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി, ഫാക്ടേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? എക്സ് മൈനസ് അല്ലേ? ഏതൊക്കെയാ? എക്സ് -1ഉം എക്സ് -3. ദീസ് ആർ ദി 2 ഫസ്റ്റ് ഡിഗ്രി. നിങ്ങൾ എടുത്തെഴുതണം കേട്ടോ, സ്റ്റെപ്പ് ഒക്കെ എഴുതണം. ഞാൻ എഴുതണ്ടല്ലോ. ദീസ് ആർ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇവരെ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? ഈ ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ചെയ്യല്ലേ മക്കളെ എല്ലാവരും?
ഓക്കെ, ഇത് വീഡിയോ കാണണം കേട്ടോ. 2 പ്രാവശ്യമൊക്കെ കണ്ടാലേ നിങ്ങൾ ചിലപ്പോൾ ഇത് ഓർക്കത്തുള്ളൂ. ആദ്യമായിട്ട് ഇച്ചിരി പാടായിരിക്കും. നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആകും. ഓക്കെ, താങ്ക് യു.